ഏത് പ്രഭാതം വിടരുമ്പോഴും ആ ദിവസം വിളിച്ചു പറയുന്നുണ്ടത്രേ. നമ്മൾ കേൾക്കാത്ത രീതിയിൽ ആ ദിവസം വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യ. അത് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും നിരീശ്വരവാദിയോടും യുക്തിവാദിയോടും എല്ലാവരോടും ഈ ലോകം വിളിച്ചു പറയാൻ. അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നാളെ ഫ്രഷാണ് അല്ലേ? ടുമോറോ, നാളെ എന്നത് ചെറിയ പ്രയോഗം പറയാറുണ്ട്. ടുമോറോസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സോറോസ്. ടുമോറോകളിൽ ചില സോറോകൾ ഉണ്ടാകുന്നു. ടുമോറോ നെവർ കംസ്, അങ്ങനെ പറയാറുണ്ട്. ഇബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നീ, എന്നെ കൊണ്ട് നീ ഉപകാരമെടുത്തോളൂ. കാരണം എന്തേ? ഞാൻ കഴിഞ്ഞു കടന്നാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഒരിക്കലും തിരിച്ചു വരില്ല. 2015 ഡിസംബർ 31 ഇനി തിരിച്ചു വരില്ല. കഴിഞ്ഞു, തിരിച്ചു വരില്ല. അതുകൊണ്ട് എന്നെ മുതലെടുത്തോ എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുന്നുണ്ടെന്ന് മഹാനായ ഗുരു അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. 2 സമയമാണ് മനുഷ്യൻ ഈ സമയത്തിന്റെ വില മനസ്സിലാക്കുന്ന 2 നേരമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 2 സമയത്താണ് ജീവിതത്തെ കുറിച്ച് ഓർക്കുന്നത്. 2 നേരത്താ ഓർക്കുക. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅൻഫിഖൂ മിമ്മാ റസഖനാകും من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. മരണം വരുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, മരുന്ന് ഫലിക്കുന്നില്ല, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ പറയാം, മരുന്ന് കൊടുക്കുന്നുണ്ട്, റെസ്പോൺസ് വരുന്നില്ല, ദുആ ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. റബ്ബി ലൗലാ അഖർതനി, ഇപ്പൊ വേണോ റബ്ബേ, ഇപ്പൊ വേണോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോരെ, എന്നെ ഒന്ന് പിന്തിക്കുമോ എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്നൊരു മറുപടിയുണ്ട് ജീവിതത്തെ കുറിച്ച്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യന്റെ സമയമെത്തിയാൽ ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിക്കുകയില്ല. അത് ചിലര് മരിക്കുന്നത് ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടാ, ചിലര് ബൈക്ക് തട്ടിയിട്ടാണ്, ബസ് ഇടിച്ചിട്ടാണ്, ആക്സിഡന്റ് ഉണ്ടായിട്ടാണ്, കുളത്തിൽ വീണിട്ടാണ്, പുഴയിൽ മുങ്ങിയിട്ടാണ്, വിഷം ശ്വസിച്ചുകൊണ്ടാണ്, ഉറക്കത്തിലാ മരിച്ചത്, അറ്റാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോഴേ അനുശോചനം പറയുമ്പോൾ പറയുന്നത്, അകാലത്തിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരന് ആദരാജ്ഞലികൾ. അങ്ങനെ പറയണ്ട. ഒരു നഫ്സും ആ കാലത്തിലെല്ലാം മരിക്കുന്നത്, കാലത്തിലാ മരിക്കുന്നത്. ഇദാ ജാഅ അജലുഹാ, ഓരോ നഫ്സിന്റെയും കാലമെത്തിയപ്പോഴാ മരിച്ചത്. ഇതെങ്ങനെ നമ്മൾ അകാലം എന്ന് പറയാ? നമ്മൾ തീരുമാനിക്കുക 70 വയസ്സ് വരെ ഇവിടെ ആയുസുണ്ടെന്ന്. ആരറിഞ്ഞു? ഉള്ള കണക്കാക്കിയത് അത്ര ഇല്ലെങ്കിലോ ഇല്ല എന്ന് ബോധ്യപ്പെട്ടു ഒരാൾ മരിക്കുമ്പോ. അതുകൊണ്ടാണ് അകാലത്തിലല്ല നിങ്ങളുടെ മരണം നടക്കുന്നത്, കാലത്തിലാണ്. ആ മനുഷ്യൻ മരിക്കേണ്ട സമയമായി. എത്രയാണ്? ചിലർ 16-ാം വയസ്സില്, 18-ല്, 21-ല്, 26-ല്, 30-ല്, 50-ല് മരിക്കണില്ലേ? അതുകൊണ്ട് മരണമാസന്നമാകുമ്പോൾ എന്നെ ഒന്ന് പിന്തിച്ചു തരുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ നേരത്തെ അല്ലാഹു ജീവിതത്തെ കുറിച്ച് പറയും, സമയമായി, തിരിച്ചു പോര്, ഇനി വൈകിപ്പിക്കില്ല. പിന്നെ ഒരു സമയമുണ്ട്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها. അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകൾ, സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നറിയാത്തവര്, എത്ര കാലം ജീവിച്ചിട്ടും
ബിംബാരാധനകൾ ചെയ്യുകയോ ബഹുദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയോ ദേവീ ദേവന്മാരുണ്ടെന്ന് വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്തു വന്ന ആളുകൾ സ്രഷ്ടാവ് ഒരുത്തനെ പാടുള്ളൂ. ദൈവം എന്നത് ഓംനിപൊട്ടൻസ്, ഓൾ പവർഫുൾ, ഓൾ നോയിങ്, ഓൾ സീയിങ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വൺ ആൻഡ് ഓൺലി. അതാണ് ലോജിക്. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ളവൻ ഒരുത്തനല്ലേ പാടുള്ളൂ, എന്നല്ലേ പാടുള്ളൂ. ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോയ ആളുകൾ നാളെ പരലോകത്തേക്ക്, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുമ്പോ അവര് പറയും, അള്ളാഹുവേ, കഴിഞ്ഞ ലോകത്ത് ഞങ്ങൾ മരിച്ചത് ഒടുക്കത്തെ മരണമായിരുന്നെങ്കിൽ. ശവം ദഹിപ്പിക്കുന്നവരുണ്ട്, പുഴകളിൽ ഒഴുക്കിക്കളയുന്നവരുണ്ട്, ശവദാഹം ചെയ്യുന്നവരുണ്ട്. ആ മരണത്തോടുകൂടെ ഇനിയൊരു ജന്മമില്ലായിരുന്നുവെങ്കിൽ എന്നവർ കൊതിക്കുകയും ഈ ശിക്ഷ ഞങ്ങൾക്ക് വേണ്ടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി സൂറത്തുൽ ഫാത്തിറിൽ കാണാം. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ ആവശ്യമായ സമയം ഈ ലോകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നോ? അത് മുഴുവൻ സിന്ദാബാദ് വിളിച്ചു തീർത്തതല്ലേ, സമരം ചെയ്തു തീർത്തതല്ലേ, എന്തൊക്കെയോ ചെയ്തു കൂട്ടി സമയം കൊന്നുകളഞ്ഞതല്ലേ. എന്നെ മനസ്സിലാക്കാൻ സ്രഷ്ടാവ് ഞാനാണെന്നും എന്നെ മനസ്സിലാക്കണമെന്നും നിങ്ങളോട് പറഞ്ഞപ്പോ അതിനൊന്നും സമയം കണ്ടെത്താതെ ഭൂനിവാസങ്ങൾക്ക് സമയം കണ്ടെത്തിയില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ലെന്ന് അവരോട് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ അല്ലാഹു പറയുന്നു. ഇദാ മർറ ബി യൗമുൻ വലം അഖ്തബിസ് ഹുദാ വലം അസ്തഫിദ് ഇൽമൻ ഫമാ ദാക മിൻ ഉംരി. അതുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യന്റെ ഇന്ന് ഇന്നലെയെ പോലെയാണെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. എങ്ങനെ? ഡിസംബർ 30, 31 ഒരുപോലെയാണ്. അല്ലെങ്കിൽ അവന്റെ റബീഉൽ അവ്വൽ 1, 2 ഒരുപോലെയാ, 3, 4 ഒരുപോലെയാ, 10, 15 ഒരുപോലെയാ. അവനൊന്നും ചെയ്തിട്ടില്ല, ഇന്നലെ അത്ര തന്നെ ഇന്നുള്ളൂ. എങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. വമൻ കാന യൗമുഹു ശർറൻ മിൻ അംസി. ഒരു മനുഷ്യന്റെ ഇന്ന് ഇന്നലെയെക്കാളും മോശമാണെങ്കിൽ ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഇന്ന് ഇന്നലെയെക്കാളും മോശമാണെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ സങ്കടപ്പെട്ടത് ഒരേ ഒരു വിഷയത്തിന് മാത്രമാണ്. ഒരേ ഒരു വിഷയം. നമ്മൾ സങ്കടപ്പെടും, ട്രെയിൻ മിസ്സായി പോയാ അല്ലെ, ഫ്ലൈറ്റ് മിസ്സായി, ബസ് മിസ്സായി, പൈസ മിസ്സായി പോയി, ബത്താക്ക നഷ്ടപ്പെട്ടു, ഭയങ്കര സങ്കടം ഉണ്ടാവും. ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു വിഷയമേ സങ്കടപ്പെട്ടിട്ടുള്ളൂ. മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഒരു ദിവസത്തെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. ആ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുകയാണ്. അസ്തമിക്കുമ്പോൾ എന്റെ ആയുസ്സിലെ ഒരു ദിവസം കുറഞ്ഞു പോവുകയും എന്റെ നന്മയിൽ ഒന്നും വർദ്ധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ആ ദിവസത്തെ ഓർത്ത് ഞാൻ കരയാറുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, കുല്ലു യൗമിൻ യമുറു ബി ലാ അസ്ദാദു ഫീഹി ഇൽമാ. ഏത് ദിവസവും ഒരു നന്മയും എനിക്ക് പഠിക്കാൻ കഴിയാതെ, ഒരു നന്മയും പുതുതായി അറിയാൻ പറ്റാതെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഫലാ ബൂരിക ലീ ഫീ തുലൂഇ ശംസി ദാലികൽ യൗം, ആ ദിവസത്തിന്റെ സൂര്യോദയത്തിൽ എനിക്ക് ഒരു ബർക്കത്തുമില്ല എന്ന് ആനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കണ്ണാടി മൊയ്തീൻക്കാണിത്. 10-20 കൊല്ലമായിട്ട് പരിചയമുള്ള സുഹൃത്ത്, ഇപ്പോഴാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. അരീക്കാട് നമ്മുടെ പള്ളിന്റെ മദ്രസന്റെ ഒക്കെ കാര്യപ്പെട്ട ആളാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആയുസ്സും സന്തോഷവും ആരോഗ്യവും എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. ഇദാ മർറ ബി യൗമുൻ
ولم أقتبس هدى ولم أستفد علما فما ذاك من عمري. അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയം, നമ്മുടെ ഓരോ ദിവസവും ഇന്നലത്തേക്കാളും പുതിയ ഒരു ഇൽമ് ഇന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ദിവസം ഒരു പുതിയ അറിവ് ഒന്ന് കിട്ടിയാൽ മതി. ഒന്ന് പഠിക്കുക, ഒരു ദിവസം ഒരു പുതിയ അറിവ്. ഇന്നിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം നിങ്ങൾ കേട്ടിരിക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് ഞാൻ ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അധ്വാനിക്കണം, നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കണം. ഒരു ആളൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന് വിചാരിക്കുക, നമ്മൾ പഠിച്ചെടുക്കുക. എന്തെല്ലാം ടെക്നോളജി, എന്തെല്ലാം സംവിധാനങ്ങൾ. പുതിയൊരു കാര്യം ഞാൻ ഇന്ന് പഠിക്കണം. ഇന്നൊരു പുതിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇന്നലെ കേൾക്കാത്തത്, ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം, ഒരാളുടെ വാക്ക്, ഒരു ഹദീസ്, ഖുർആനിന്റെ ഒരു ആശയം, ഇതുവരെ അറിയാത്തത് ഇന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ വന്നാലേ നിങ്ങളുടെ ഇന്ന് ഇന്നലത്തേതിനേക്കാളും മെച്ചപ്പെടുകയുള്ളൂ. അപ്പോഴേ ഈ ദിവസം കൊണ്ട് കാര്യമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങളെ 2-2.5 മണിക്കൂർ നഷ്ടപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു കാര്യം, എത്രയോ അറിവുള്ള ആലിമീങ്ങൾ സദസ്സിലിരിക്കുന്നുണ്ട്, അവരെ പറ്റിയല്ല, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഒരു വായിൽ നിന്ന് ഒന്നെങ്കിലും പഠിക്കണം എന്നാണ്. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. വിശുദ്ധ ഖുർആനിന്റെ ഓരോരോ ആശയങ്ങളും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു അൽ ബിദാർ, അൽ ബിദാർ, വളരെ പെട്ടെന്നാവട്ടെ, വളരെ പെട്ടെന്ന്. നമ്മൾ ലോട്ടറിനെ പറ്റി അങ്ങനെ കേൾക്കാറുള്ളത്, വളരെ പെട്ടെന്നല്ലേ, ഉടനെ എടുക്കാൻ. ഓരോ സമയവും വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളം നന്മകൾ പെട്ടെന്നാവട്ടെ. ഉറങ്ങിക്കിടന്നാൽ സമയം കിട്ടില്ല, വിശ്രമിക്കാനിരുന്നാൽ നമുക്ക് സമയം കിട്ടില്ല. പെട്ടെന്നാവട്ടെ. അങ്ങനെ നന്മകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണേ എന്ന് എത്ര ആയത്തുകളിലാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. നന്മകളിലേക്ക് പെട്ടെന്ന് വരണേ, വേഗം വരും. അടുത്ത ബസ്സിന് പോയേ, അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിരിക്കും, വേഗമാവട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത് ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉകും ജമീആ. സൂറത്തുൽ മാഇദയിൽ, സൂറത്തുൽ ബഖറയിൽ ആദ്യം പറഞ്ഞത് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നഹ് അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. എന്തോ ഒരു ഭംഗിയുള്ള ആയത്താണതല്ലേ സൂറത്തുൽ ഹദീദിൽ. സാബിഖൂ, വേഗം വരിൻ, ഞാൻ തരികയാണ്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് പാപമോചനം തരാനിരിക്കുന്നത്, വേഗം ഇങ്ങോട്ട് വരിൻ. ഇന്ന് തന്നെ എന്നോട് ചോദിക്കിൻ, പടച്ചവനെ, വിവരമില്ലാത്ത കാലത്ത് വ്യഭിചരിച്ചു പോയി, കള്ളുകുടിച്ചു പോയി, തോന്നിവാസം ചെയ്തു, പലിശയുമായി ഇടപെട്ടിട്ടുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അനാവശ്യങ്ങൾ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. റബ്ബേ, ഗൗരവങ്ങൾ അറിയില്ലായിരുന്നു റബ്ബേ. 100 ആൾക്ക് പുറത്തു കൊടുത്ത റബ്ബേ, ഞാൻ 100 ആളെ കൊന്നിട്ടില്ലല്ലോ റബ്ബേ. ഇത് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, ഞാനും മനുഷ്യരുമുള്ളത് കുറച്ചേ ഉള്ളൂ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ചോദിച്ചാൽ ഉടനെ പുറത്തു തരാൻ ഗഫൂറായ അല്ലാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. നിരാശപ്പെടരുത്, ആരും നിരാശപ്പെടരുത്. ഭാര്യമാരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തത്, ഭർത്താക്കന്മാർ അറിയാത്ത രീതിയിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളത് പറയണ്ട, അള്ളാഹുവിനോട് പറഞ്ഞേക്കിൻ. പറ്റിപ്പോയിട്ടുണ്ട് ഭർത്താവേ, എനിക്ക് പുറത്തു തരണം. നമ്മുടെ അമ്മായിന്റെ മോൻ ഇടക്കിടക്ക് വരുന്നവനല്ലേ, ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു പോയി. പറയണ്ട. എന്തുകൊണ്ട് പറയണ്ട? നിങ്ങൾ പറയുന്ന ആരോടാണോ പറയുന്നത്, ആ ആൾ അള്ളാഹുവിനോളം നിങ്ങളോട് കരുണയുള്ള ആളല്ല. ആ മനുഷ്യൻ നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. നീ അത് ചെയ്തവളല്ലടി,
നീ അങ്ങനെ വ്യഭിചരിച്ചില്ലേ, ഞാൻ ഗൾഫിൽ പോയ നേരെ തന്നെ ഇവന് നിന്നോട് കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ അവൻ കടന്നത് ഈ പാവപ്പെട്ട പെണ്ണറിഞ്ഞിട്ടില്ല. അതവൻ മൂടിവെച്ച് ഇവളെ അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മോളെ, അള്ളാഹുവിനോട് പറയേ, തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ. തിന്മ ചെയ്ത ഭർത്താവ് എന്റെ സ്വന്തം ഭാര്യയോട് ഞാൻ എല്ലാ സ്വകാര്യവും പറയുന്നവനാണെന്നാൽ എന്റെ ഭാര്യയോട് ഞാൻ ഇതും കൂടെ പറയട്ടെ. കോളേജിൽ പഠിക്കുമ്പോഴോ, ടൂർ പോയപ്പോഴോ, ഗൾഫിലേക്ക് പോയപ്പോഴോ, ബാംഗ്ലൂരിലോ ബോംബെയിലോ ജോലി ചെയ്തപ്പോഴോ ഇന്നാലിന്ന തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മൂടിവെക്കുന്നത് അവളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരാളുടെ മുമ്പിലും കുമ്പസരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. നിന്റെ തെറ്റ് റബ്ബിനോട് പറയും, അള്ളാഹു പുറത്തു തരും. വേഗം വരും, ഞാൻ തരാം. എന്താണ് ആ വാക്ക്? വേഗം വരും. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അങ്ങനത്തെ റബ്ബാ നമ്മുടെ റബ്ബ്. എന്റെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ? തെറ്റ് ചെയ്യാത്ത ആളുകളാണ് ഭൂമിയിലുള്ളതെങ്കിൽ അള്ളാഹു ഗഫൂറാണെന്ന് എങ്ങനെ വരും, എങ്ങനെ മനസ്സിലാവും? തെറ്റ് ചെയ്തവർക്കല്ലേ അള്ളാഹു പുറത്തു കൊടുക്കുക. പുറത്തു കൊടുക്കുന്നവൻ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതിനർത്ഥം തെറ്റുകൾ ചെയ്യുന്നവരാ മനുഷ്യർ. തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ലേ ഇത്? ചെയ്തവർക്ക് പ്രഖ്യാപിക്കാനുള്ള പ്രചോദനമാണ്. വജന്നത്തിൻ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് വരൂ. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം. ആകാശഭൂമികളോളം 3 BHK എന്നൊക്കെയാണ് നമ്മൾ. 3 bedroom hall kitchen. 1.5 കോടി കൊടുത്താൽ 3 ബെഡ്റൂം, 1 കിച്ചനും 2 ബാത്റൂം ഉണ്ടാവും, 1 ഹാളും. 1.5 കോടി, 1 കോടി. അള്ളാന്റെ സ്വർഗത്തെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ജന്ന, സ്വർഗം. അർളുഹാ, ആ സ്വർഗത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, വീതി എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിലല്ല. നമ്മൾ സ്ക്വയർ ഫീറ്റാ പറയാ, സ്ക്വയർ ഫീറ്റ് അല്ല. വീതി എത്രയെന്നറിയോ? ഈ പ്രപഞ്ചത്തോളം വീതിയാണ് സ്വർഗത്തിന്. അപ്പൊ നീളം എത്രയാണ്? അള്ള പറഞ്ഞിട്ടില്ല നീളം, വീതിയാ പറഞ്ഞിട്ടുള്ളത്. നീളങ്ങൾ ഊഹിച്ചാ മതി. അല്ലാ, എന്താ പറയണ ലോകമല്ലേ. നമുക്കിവിടെ എത്ര ഏക്കർ കിട്ടിയാൽ മതിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? 50 ഏക്കർ കിട്ടിയാൽ പിന്നെ വെറുതെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ വാങ്ങൂല എന്നാർക്കും തോന്നുന്നുണ്ടോ? 100 കിട്ടിയാൽ വാങ്ങൂലേ? അവിടെ കടന്നോട്ടെ, പിന്നെ വിൽക്കാന്നല്ലേ, അങ്ങനെയല്ല ആലോചിക്കുക. സ്വർഗം കിടക്കാൻ ആകാശ ലോകങ്ങളോളം വിശാലമാണ്. നിങ്ങൾ പോരുന്നില്ലേ? അള്ള ചോദിക്കാണ്, വേഗം ഇങ്ങോട്ട് വരിൻ. നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കണത്? ബാജിറൂ സാബിഖൂ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ, പുറത്തു തരാൻ നിങ്ങൾ എന്താ വേഗം വരാത്തത്? ഞാനിവിടെ ഇല്ലേ? നിനക്ക് അള്ളാഹ്ക്കിനെ ചോദിക്കാൻ കഴിയും. ഇങ്ങോട്ട് വരിൻ. കമ്പനിയിൽ നിന്ന് ഒരിക്കൽ തെറ്റേതാ വാണിംഗ് കിട്ടും. ഗൾഫിലൊക്കെ ആണെങ്കിൽ വേഗം ടെർമിനേഷൻ തന്നെ കിട്ടിയെന്ന് വരും. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ സിന്ദാബാദൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ചാലൊക്കെ പിടിച്ചേക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, തെറ്റുകൾ നിരന്തരം സഹിക്കാൻ ഒരു എംപ്ലോയറും തയ്യാറാവില്ല. അങ്ങനെയാണ്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നഹ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം. നിങ്ങൾ വരുന്നില്ലേ? വേഗം വരിൻ. വേഗം ചെയ്യാനാ പറയണത്, നോക്കി നിൽക്കരുത്. നന്മകൾ ഖൈറുൽ ഉമൂരി അജലു, നന്മകളിൽ ഏറ്റവും ഖൈർ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ പറഞ്ഞു നിങ്ങൾ സ്ക്വയർ ഫീറ്റ് തരുമോ? 1 കൊടുത്താലോ അപ്പോഴേക്ക് കൊടുത്തേക്കണം. വീട്ടിലെത്തിയത് അര പോലും കിട്ടൂല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് തണുക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് 70 പിശാചുക്കൾ മനുഷ്യനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. വേണ്ടടോ, വേണ്ട വേണ്ട, അതെ പിന്നെ നാളെ മറ്റേ അതിൽ കൊടുത്ത പൈസ ലാഭാവൂലെ, ഇങ്ങനെ പറഞ്ഞ് വസ്വാസാക്കുന്ന അല്ലാഹ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ യുസാരിഊന ഫിൽ ഖൈറാത്ത്,
സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് നന്മകൾ ചെയ്തവരായിരുന്നവര് വളരെ പെട്ടെന്ന് ഇതിനാ കാത്തിരിക്കുന്നത് എന്ന് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പുകഴ്ത്തി പറയുന്നുണ്ട്. സൂറത്ത് ആലു ഇംറാനിൽ وَيُسَارِعُونَ فِي الْخَيْرَاتِ وَأُولَئِكَ مِنَ الصَّالِحِينَ. സജ്ജനങ്ങൾ നന്മകൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നവരാണ്. മുനാഫിക്കുകൾ ആ മടിയന്മാരെന്നാ. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. മടിയോടുകൂടെയ കപടവിശ്വാസികൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. മുഅ്മിനീങ്ങൾ പങ്കെടുത്തോ, അൽഹംദുലില്ലാ എന്നാ വേഗം വരി, സമയമായല്ലോ എന്ന് സമയം ഇപ്പൊ മതിയോ, കുറച്ചുകൊണ്ട് പോരെ, ഇപ്പൊ കള്ളാവൂലല്ലോ. ഇതാ മുനാഫിക്കങ്ങളുടെ സ്വഭാവം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖാമൂ കുസാല, മടിയന്മാരായിട്ടാ വരുന്നത്. മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, ബാദിറൂ ബിൽ അഅമാലി സബ്ആ. 7 അവസ്ഥകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കിയാൽ ഒരു സൈക്കോളജിസ്റ്റിനും പോകേണ്ട ആവശ്യമില്ല, ഒരു കൗൺസിലിങ്ങും ആവശ്യമില്ല. നബി തങ്ങൾ പറഞ്ഞു തരാണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിറൂ ബിൽ അഅമാലി സബ്ആ. 7 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യണേ. സമയം കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യണം. ഹൽ തൻതദിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ. ഇപ്പൊ പൈസ ഒന്നും കയ്യിലില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരുപാട് കാശ് കയ്യിൽ വരും. അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള അകലം വരും, റബ്ബിൽ നിന്ന് അകലും. പൈസയുടെ തിരക്കിലേ നിസ്കരിക്കാനും നേരം ഉണ്ടാവില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇല്ലാ മാ റഹിമ റബ്ബി. മുഅ്മിനീങ്ങൾക്ക് നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. സജ്ജനങ്ങളുടെ കയ്യിൽ സ്വാലിഹായ സമ്പത്തുണ്ടാകുന്നത് ഖൈറാൻ, അവർക്ക് അത് ഉപകാരം ഉണ്ടാകും, സമൂഹത്തിന് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദാരിദ്ര്യത്തിന്റെ ശേഷം അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യമാണോ? അതിന് കാത്തിരിക്കുക. നമ്മൾ വിചാരിക്കൂലേ, എനിക്കിപ്പോ 1 സ്ക്വയർ ഫീറ്റിന് കൊടുക്കാൻ കഴിയില്ലല്ലോ, എന്നാലും എത്രയാ മേനെ 1 സ്ക്വയർ ഫീറ്റിന് 2000, എൻ്റെ 100 ഉറുപ്പിക മതി കാക്ക, അത് മതിയോ, തന്നാ മതി. ആ 100 ഉറുപ്പികൾക്ക് കിട്ടുമല്ലോ, അൽഹംദുലില്ലാ, ഞാൻ പൈസ ഉണ്ടായിട്ട് അങ്ങനെ ഇപ്പൊ കൊടുക്കിൻ. അതാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് സ്ക്വയർ ഫീറ്റ്, ഞാൻ എറണാകുളത്ത് ബിൽഡിംഗ് വാങ്ങാൻ പോവാ, അങ്ങനെ അപ്പൊ ചിന്തിക്കാം. അള്ളാഹുവിനെ മറപ്പിക്കുന്ന സമ്പാദ്യം ചിലപ്പോൾ കിട്ടും. അള്ളാഹു അവനെ മറപ്പിച്ചു കളയുന്ന സമ്പത്ത് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഒരുപാട് കാശുണ്ടായതിന് ശേഷം എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ബിസിനസ് ഉള്ളവരുടെ ബിസിനസ് നഷ്ടപ്പെടും. ഈ ലോകം അങ്ങനെയാണ്. നല്ല ജോലി ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടും. ഈ ലോകം അങ്ങനെയാണ്. വിഷമമുണ്ടാക്കുന്ന രോഗമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരോഗ്യമുണ്ടായതിന്റെ ശേഷം രോഗം അള്ളാഹു തരും, സ്വാഭാവികമാണ്. ഇപ്പൊ ആരോഗ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു രോഗം തരും. നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത്? വേഗം ചെയ്യുവിൻ. പിച്ചും പേയും പറയുന്ന സ്വബോധം നഷ്ടപ്പെടുന്ന വാർദ്ധക്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് പറയുന്നത് എന്താണെന്നറിയാത്ത ഒരു വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന മരണമാണോ നിങ്ങളിൽ കാത്തിരിക്കുന്നത്? ജീവിതത്തിന് ശേഷം മരണവും വരാനിരിക്കുകയാണ്. മസീഹുദ്ദജ്ജാലിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അവൻ പെട്ടെന്നായിരിക്കും വരുന്നത്, അപകടപ്പെടുത്തുന്നത്. അതല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് അന്ത്യനാളിനെയാണോ? ലോകാവസാനം വളരെ കൈപ്പുള്ളതും ഭീതിജനകവുമാണല്ലോ. ഇതൊക്കെ വരുന്നത് വരെ കാത്തിരിക്കുകയാണോ? പെട്ടെന്നാവട്ടെ. ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം പോകുമെന്നും സന്തോഷമുള്ളവന്റെ സന്തോഷം നഷ്ടപ്പെടുന്ന അവസരം വരുമെന്നും കച്ചവടങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്നും നഷ്ടപ്പെട്ടവർക്ക് ലാഭമുണ്ടാകുമെന്നും ആരോഗ്യത്തിന് ശേഷം രോഗമാണ്, വാർദ്ധക്യം വരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു കാലഘട്ടത്തിന്റെ ശേഷം മസീഹുദ്ദജ്ജാൽ വരുന്നുണ്ട്, ലോകാവസാനം വരുന്നുണ്ട്. എന്താ നോക്കി നിൽക്കുന്നത്? വേഗമാവട്ടെ, വേഗമാവട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉലമാ പറഞ്ഞത്, അജിബ്തു ലിമൻ യുസല്ലി സുബ്ഹ
ബഅദ തുലൂഇ ശംസ് കൈഫ യുർസഖു. ഞാൻ അത്ഭുതപ്പെടുകയാണ്, സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം, സൂര്യൻ ഉദിച്ചുയർന്നു വന്നതിന്റെ ശേഷം സുബ്ഹി നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹു റിസ്ക് കൊടുക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ നിസ്കാരം വേഗം കൃത്യമായ സമയത്ത് നിർവഹിക്കാതെ സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നതിന്റെ ശേഷം സുബ്ഹി നിസ്കരിക്കുന്ന ആളുകളെ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ബഅദു സ്വാലിഹീൻ. കൈഫ യുർസഖു, എങ്ങനെ അവർക്കൊക്കെ അല്ലാഹു റിസ്ക് കൊടുക്കുക? സുബ്ഹി നിസ്കരിച്ചത് നേരം വെളുത്തിന്റെ ശേഷമല്ലേ? അല്ലാഹ് സമയം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. എന്തുകൊണ്ട്? ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്നത് ടൈം പ്രിസ്ക്രൈബ്ഡ് ആണ്, സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. ഒന്ന് നിസ്കാരം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമളാനിൽ ആസന്നരാവുന്നവർ റമളാൻ മാസം നോമ്പെടുക്കണം. റമളാൻ എന്നൊരു സമയമുണ്ട് അവിടെ. വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി. ഒരു കൃഷിയുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏത് ദിവസമാണോ നിങ്ങൾ അതിന്റെ ഹാർവസ്റ്റ് ചെയ്യുന്നത് ആ ദിവസം സക്കാത്ത് കൊടുക്കണം. ഏത് സമയമാണോ സ്വർണത്തിന്റെയോ നിങ്ങളുടെ കച്ചവടത്തിന്റെയോ വർഷം പൂർത്തിയാവുന്നത് അറബ് മാസപ്രകാരം ആ ദിവസം നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമായി. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹജ്ജ് കൃത്യമായും അറിയപ്പെട്ട മാസങ്ങളിലാ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇഹ്റാമും ഒരുക്കങ്ങളും നടക്കാൻ പോകുന്നതിന് കൃത്യമായ സമയമുണ്ട്. ഷഹാദത്ത് കലിമയെ പറ്റി പറഞ്ഞില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം കൃത്യമായ സമയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളോട് പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. വ ഇന്ന മിൻ വറായികും അയ്യാമാ. നിങ്ങൾക്ക് പിറകിൽ വളരെ പ്രയാസകരമായ കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. വളരെ പ്രയാസമുള്ള കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അസ്സബ്റു ഫീഹിന്ന, ക്ഷമയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞത് മിസ്ലൽ ഖബ്ദി അലൽ ജംറ. തീയിന്റെ കനൽ കയ്യിൽ പിടിച്ചു വെച്ചതുപോലെയാണ്. തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ അരയിടത്ത് പാലത്തൊരു വഅദ് നടക്കുന്നു എന്ന് പറയാം, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഗാനമേള നടക്കുന്നു എന്നറിയുക. നമ്മൾ എങ്ങോട്ടാണ് എത്തുക, ഏത് ചോയ്സ് നമ്മൾ ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. സബ്ർ, ക്ഷമ വേണ്ടി വരും. അള്ളാഹു നമുക്കത് എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലാ യഅമലൂന മിസ്ല അമലിഹി. ആ കാലഘട്ടത്തിൽ സൽക്കർമ്മം ചെയ്യുന്ന ആണിനും പെണ്ണിനും 50 ആളുകളുടെ കൂലിയുണ്ടാകും. എന്നറിയോ? പ്രയാസമുള്ള കാലം. നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയോ? അല്ലാഹു ആലം, എത്തിയിട്ടുണ്ടാവാം. ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ അങ്ങനത്തെ ഒരു കാലം. വലിയ പ്രയാസം ഉണ്ടാവും ദീൻ അനുസരിച്ച് ജീവിക്കാൻ. എല്ലാവരും തിന്മയും ഇവൻ ചെയ്യാതിരിക്കുകയാണ്. 50 ആളിന്റെ കൂലി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങളിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ അവരിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ? ബൽ അജ്റു 50 മിൻകും, സ്വഹാബികളെ നിങ്ങളിൽ 50 ആളുകൾ ചെയ്യുന്ന കൂലി 21-ാം നൂറ്റാണ്ടിലോ 22-ാം നൂറ്റാണ്ടിലോ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നായിരിക്കണം ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹു അലം. ഇന്നൊരു നന്മ ചെയ്താൽ സ്വഹാബികളിൽ 50 പേർ ആ നന്മ ചെയ്തതിന്റെ കൂലി. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ. മുത്തുനബിയോട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന സ്വഹാബി ചോദിക്കുമായിരുന്ന ചോദ്യങ്ങൾ വളരെ വിചിത്രമാണ്. ഓരോരുത്തരും നബിയോട് ഓരോരോ കാര്യം എന്ന് ചോദിക്കൂലേ? ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നത് ഷർറുകളെ കുറിച്ചായിരുന്നു. നബിയെ, വിപത്തുകൾ വരാനുണ്ടോ നബിയെ? പ്രയാസങ്ങൾ വരാനുണ്ടോ നബിയെ? ആ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കാനന്നാസു യസ്അലൂന റസൂലല്ലാഹ്. നിങ്ങൾ സ്വലാത്തിലല്ലേ?
കാനന്നാസു യസ്അലൂന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ ചോദിച്ചിരുന്നത് അനിൽ ഖൈരി, നന്മകളെ കുറിച്ചാ. നബിയെ, അഫ്ളലുൽ അഅമാൽ എന്താ നബിയെ? നബിയെ, ദുല്ലനി അലാ അമലി യുഖർരിബുനി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരൂ നബിയെ. നബിയെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ നബിയെ? നബിയെ, മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ ഗുണം എന്താ നബിയെ? ഇങ്ങനെയാ ചോദിക്കുക. ഞാനോ വകുന്തു അസ്അലുഹു അനിശ്ശർരി, നബിയെ അപകടങ്ങൾ ഉണ്ടോ നബിയെ? അപകടങ്ങളുണ്ടോ നബിയെ? ഷർറുകളുണ്ടോ നബിയെ എന്ന് നബിയോട് ഞാൻ ചോദിക്കും. മഖാഫത അയ്യുദ്രികനി, ആ ഷർറുകളിൽ ഞാൻ പെട്ടുപോവാതിരിക്കാൻ. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്. ഇനി ശ്രദ്ധിക്കുക, വലിയൊരു ഹദീസാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നത് ഷർറുകളെ കുറിച്ചാണ്. അത് ഇന്നത്തെ രാത്രിയോട് യോജിക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച, ഈ ഹദീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയത്തിൻ, ഇസ്ലാമിന്റെ മുമ്പ്, ജാഹിലിയത്തിന്റെ കാലം, പ്രീ ഇസ്ലാമിക് പീരീഡ്, ഇസ്ലാമിന്റെ മുമ്പുള്ള കാലം ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നബിയേ. വശർരിൻ, ഞങ്ങൾ കടുത്ത മോശമായ ജീവിതത്തിലായിരുന്നു. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ, അപ്പോഴല്ലേ നബിയെ അല്ലാഹു ഞങ്ങൾക്ക് നിങ്ങളെ തന്നത്, വിശുദ്ധ ഖുർആൻ തന്നത്, ഇസ്ലാം തന്നത്. ഇസ്ലാം കിട്ടി. ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർറിൻ, ഈ നന്മക്ക് ശേഷം എന്തെങ്കിലും ഷർറുകളുണ്ടോ നബിയെ? എന്തെങ്കിലും പ്രയാസം വരാൻ പോണ്ട നബിയെ? ഇസ്ലാമിലായി ഞങ്ങൾ, ഇസ്ലാമില്ലാതെ പോകുന്ന കാലം വരുമോ? നഅം, ഉണ്ട്. ഇസ്ലാമൊക്കെ പഴഞ്ചനാണെന്ന് പറയുന്നൊരു സമയം വരും. ഞാൻ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈറിൻ, ഏതെങ്കിലും ഷർറിന്റെ ശേഷം ഇനി നന്മയുണ്ടോ നബിയേ? നബിയോട് കൂടെ ജീവിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നന്മയാണ്. ഇനി ഇതില്ലാത്ത, ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സമയം വരും. അത് കഴിഞ്ഞിട്ട് നന്മ വരുമോ നബിയേ? നഅം, വരുന്നുണ്ട്. വഫീഹി ദഖനുൻ, അതിൽ ദഖൻ. ഞാൻ ചോദിച്ചു, വമാ ദഖനുഹു, എന്താണ് നബിയെ ദഖൻ എന്ന് പറഞ്ഞാൽ? ഖൗമുൻ യഹുദൂന ബിഗൈരി ഹദീ, എന്റെ ആദർശങ്ങളല്ലാത്തത് ലോകത്ത് കൊണ്ടു നടക്കുന്നവർ. തഅരിഫു മിൻഹും വതുൻകിറു, അവരിൽ ചെയ്യുന്ന ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാം, ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നന്മ വരും. ഞാൻ ചോദിച്ചു, നബിയെ, ആ നന്മക്ക് ശേഷം വേറെ ഷർറ് വരാനുണ്ടോ? ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ ഒരു നന്മ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കും, എന്നാൽ ന്യൂ ഇയർ വരുമ്പോഴൊക്കെ ഒന്ന് മിനുങ്ങും, കല്യാണത്തിനൊക്കെ ഇച്ചിരി കള്ളു കുടിക്കും, എന്നാ പിന്നെ നിക്കാഹൊക്കെ പള്ളിയിൽ ഉസ്താദന്മാരൊപ്പം തന്നെ അന്ന് അസ്റും ളുഹറൊക്കെ നിസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടിക്കുഴച്ചു പോകുന്നൊരു കാലം വരുന്നു. സുബ്ഹാനല്ലാഹ്. കല്യാണം ആലോചിക്കാനാവുമ്പോഴേ ഒന്നാം സഫിൽ പോയിരിക്കുമല്ലോ ചെറുപ്പക്കാര്. ആലോചന വരുമ്പോ, ആ ചെറുപ്പക്കാരനെ ഇന്നലെ സുബൈക്ക് ഞാൻ കണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിലൊക്കെ സുബൈസ്ക്കൊക്കെ ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ പറയാം. പാപ്പാരൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയാന്നറിയാ, കള്ളുടിച്ച് വീഴാത്ത ടൈപ്പ് വല്ലതും ഉണ്ടോ കിട്ടാൻ? ചെറുപ്പക്കാരെ കള്ളു കുടിക്കാത്തത് ചോദിക്കാൻ വയ്യ, വീഴാത്തത് ഉണ്ടെങ്കിൽ മതി എന്നാ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ കോലത്തേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ കുറച്ച് ദീനുണ്ട്. പിന്നെ അതെന്താണെന്നറിയോ, വേദനും പോയിരിക്കും, ഗാനമേളുണ്ടെങ്കിൽ ഒന്നാം സഫിൽ അവിടെ ഉണ്ടാകും, സിനിമാ തിയേറ്ററിലും ഉണ്ടാകും. ഇങ്ങനത്തെ ടീം, അതാണ് വിഷയം. അങ്ങനത്തെ ഒരു കാലം വരുന്ന അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. കുറെ ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വിഷമാകുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരിക്കാം. കാണപ്പെടാത്തിടത്തേക്കൊക്കെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ദീനിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ അങ്ങനത്തെ സദസ്സുകളിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു, നബിയെ, ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ നന്മക്ക് ശേഷം, അതൊരു ചെറിയ നന്മയാണെങ്കിലും അതിന് ശേഷം വലിയ വിപത്ത് വരാനുണ്ടോ? ഖാല നഅം, ഉണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് നിങ്ങളെ വിളിക്കുന്നവർ വരും. നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്നവർ, ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളോടൊപ്പം ചേർന്നു വാ.
എന്ന് വിളിക്കുന്നു. അതായിരിക്കും നമ്മുടെ കടപ്പുറത്തൊക്കെ ഇന്ന് കാണുക. ബാറുകളിൽ കാണുന്ന ഇന്നത്തെ കച്ചവടം പൊടിപൊടിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങോട്ട് പോരിൻ, ഇന്ന് ഡിസ്കൗണ്ട്, ഇന്ന് പ്രത്യേകമായ ചില വിഭവങ്ങൾ വരിന്നെന്ന്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം. ഒരു ചുംബന സമരം കഴിഞ്ഞതിന്റെ ശേഷം കോഴിക്കോട് നഗരത്തിൽ നാളെ ഒന്ന് വേണമെന്ന് പറഞ്ഞു വെച്ച സംഘടനകളുണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം. നരകത്തിന്റെ വാതിലിലേക്ക് വരുന്നുവോ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാമെന്ന് പറയുന്നവർ. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം. നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യാനുള്ള സംഘടനകൾ. ദുആ, അവർ ചെയ്യുന്ന ദഅവത്ത് നരകത്തിലേക്ക് കൊണ്ടുപോവലാണ്. മൻ അജാബഹും ഇലൈഹാ. ആരെങ്കിലും ആ പരിപാടികൾക്ക് പോയാൽ ഖദഫൂഹു ഫീഹാ. നരകത്തിലേക്കാണ് അവർ അവരെ തള്ളിവിടുന്നത്. ഞാൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ. അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. ഹും മിൻ ജിൽദതിനാ. അവര് നമ്മുടെ ആളുകൾ തന്നെയാണ്. വയതകല്ലമൂന ബിഅൽസിനതിനാ. നമ്മുടെ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് ഇത്തരം സംഘടനകൾക്ക് നേതൃത്വത്തിലേക്ക് വരുന്നവർ. മുസ്ലിമീങ്ങളായ ആളുകൾ തിന്മയുടെ സാഹചര്യങ്ങൾ ഒരുക്കുകയും ആളെ കൂട്ടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഗാനമേളൊക്കെ സംഘടിപ്പിച്ച സംഘാടകരാരാ? മുസ്ലിമീങ്ങൾ. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള വെച്ചോളിങ്ങൾ. നല്ല പാട്ട്, അള്ളാഹിനെ പറ്റി, നബിനെ പറ്റി, ദീനിനെ പറ്റിയുള്ള എന്ത് രസമുള്ള മധുരഗാനങ്ങളുണ്ട്. അങ്ങനൊരു ഗാനമേള വെച്ചൂടെ? മ്യൂസിക് ഇല്ല, പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റുന്നില്ല, 1 നമ്പർ നല്ല നല്ല മധുരഗാനങ്ങൾ, അതൊക്കെ പാടാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇതിന് ആളെ കിട്ടൂലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. നല്ല അത് നമ്മളൊരു കാര്യം, ഒരു സമൂഹത്തിന് വിരോധം, നമ്മളതിനെ എതിർക്കുന്ന സമയത്ത് സമൂഹത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കണം എന്നാ പകരം എന്ത്? മ്യൂസിക് ഉപയോഗിക്കരുത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിന്മേൽ കയറ്റരുത്. ഇതൊന്നുമില്ലാത്ത നല്ല മദഹഗാനങ്ങൾ അടിപൊളിയായിട്ട് പാടൂലേ? എന്ത് രസമുണ്ടാവും. ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് റേഡിയോകളുണ്ട്, നല്ല നല്ല റസൂലുള്ളാഹി തങ്ങളുടെ മദഹഗാനങ്ങൾ. ഷാർജ റേഡിയോ, ദുബൈയിലെ നൂർ ദുബൈ റേഡിയോ, നൂർ ദുബൈ ചാനലുകൾ, നല്ല ഒരു മ്യൂസിക്കും ഇല്ല, മൈക്ക് തന്നെ അങ്ങ് നന്നായാൽ എന്ത് രസമുള്ള പാട്ടുകളാണ്. ഇവിടത്തെ സുഹൃത്ത് ആലപ്പുഴക്കാരൻ അനസ് വന്നിരുന്നു പെട്ടാമ്പിയിൽ 2-3 ദിവസം മുമ്പ്. നല്ലൊരു മദഹഗാനം, എന്ത് രസമുള്ള പാട്ട്. യാ അല്ലാഹ്, സലാം നബിയെ, നബിക്ക് സലാം എന്ന് പറഞ്ഞൊരു പാട്ടുപാടി. അത്ഭുതപ്പെടുകയാണ്. അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്ന ചെറുപ്പക്കാർ നമ്മുടെ അടുത്തുണ്ട്. എന്തിനാ പിന്നെ ഈ മുട്ടും പാട്ടും ചലങ്കം വെച്ചിട്ട് പെണ്ണുങ്ങളെയും വെച്ചിട്ട് എന്തിനാ ഹറാമിന്റെ സമ്പാദി? എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇങ്ങനെ ഗാനമേള നടത്തി നിങ്ങൾ സ്വതം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹു സ്വീകരിക്കൂല, അത് ഹറാമിന്റെ പൈസയാ. എന്തിനാ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്? ഹലാലായ രീതിയിൽ അള്ളാഹു വഴിവെച്ചിരിക്കെ എന്തിന് ഹറാമിന് പോകണം? ട്രെൻഡ് മാറ്റി നോക്കുക. മ്യൂസിക് എല്ലാവരും ചെയ്യുന്നില്ലേ? മുസ്ലിമീങ്ങളും മാറ്റിപ്പിടിക്കുക. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള, നല്ല 1 നമ്പർ മാസ്റ്റേഴ്സ്, ചെറുപ്പക്കാർ പാടുന്നു മദ്ഹഗാനങ്ങൾ. അവിടെ കൂടിക്കലരുന്ന രീതി വരുന്നില്ല, പെണ്ണുങ്ങൾ സ്റ്റേജിൽ വരുന്നില്ല, നല്ല മദ്ഹഗാനം, നല്ല ട്രൂപ്പുകൾ സംഘമായി പാടട്ടെ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ശറഅ് പാടില്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഹലാലായിട്ട് നിങ്ങൾ ചെയ്തോ, ഹറാമായിട്ട് ചെയ്യല്ലേ. അങ്ങനെ ആലോചിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉമ്മത്തിന് അള്ളാഹു ഹറാമ് കേൾക്കാനോ കാണാനോ ഉള്ള അവസരം ഒരു മുസ്ലിം സംഘടനകളും ചെയ്യരുത്. ഒരു മുസ്ലിം സംഘടനകൾ ചെയ്യരുത്. ഹും മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ. നമ്മുടെ ഭാഷ സംസാരിക്കുകയും നമ്മുടെ സംസ്കാരമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്. നരകത്തിന്റെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നവ ചില ആളുകൾ വരും. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം. നരകത്തിലേക്ക് വരുന്നോ എന്ന് ടിക്കറ്റ് സെയിൽ ചെയ്യുന്ന ആളുകൾ വരാനുണ്ടെന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞുവെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. കൈ ഇങ്ങനെ ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന് വെച്ചു നോക്കിയാൽ മിടിപ്പുണ്ടോ? നോക്കി ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? അല്ലേ?
നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു മിനിറ്റിൽ എത്ര സമയമാണ് പിടിക്കുന്നത്? ഒരു മിനിറ്റിൽ ഏകദേശം എത്ര ഡോക്ടേഴ്സാ പറയേണ്ടത്? 60 70 ഏകദേശം about 70 times per minute. 60 സെക്കൻഡിൽ 70ഓളം തവണ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നെഞ്ചത്ത് ഇങ്ങനെ വെച്ച. നിങ്ങൾ വെച്ച് നോക്കിയോ? ഒന്ന് നോക്കി പൊന്നാരെ മുമ്പിനെ ഇവിടെ മുട്ടുന്നുണ്ടോ നോക്കി. ഇല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കേണ്ടി വരൂലേ? നോക്കി. ഉണ്ട്. ഓരോ മുട്ടുന്നതും പറയാണ് ജീവിതം ഇങ്ങനെ ഓരോരോ മുട്ടുകളായിട്ട് ഇങ്ങനെ തരാട്ടോ. ഇത് കുറച്ച് തരുന്നതേ. കാണുമ്പോ ഒന്നാകെ തോന്നും ഇത് ഓരോരോ ചെറിയ ചെറിയ മിടിപ്പുകളാ. ഒന്നങ്ങോട്ട് സ്റ്റോപ്പായാൽ കഴിഞ്ഞു നമ്മുടെ കഥ, തലകറങ്ങി വീഴുവടെ. ഹാർട്ട് ബീറ്റുകൾ മനുഷ്യനോട് പറയുകയാണ്, ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. ജീവിതം എന്ന് പറയുന്നത് ഏതാനും ബീറ്റുകളും സെക്കൻഡുകളുമാണ്. ഹാർട്ട് ബീറ്റ് അതാ പറയണത്. ജീവിതം എന്ന് പറഞ്ഞത് ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു. Your heartbeats are telling you innal hayata daqa'iqun wa thawani. Your life itself is a few beats and seconds. ജീവിതം എന്നത് ഇത്രയേ ഉള്ളൂ. ഫർഫഅ ലിനഫ്സിക ബഅദ മൗതിക ദിക്റഹാ ഫദ്ദിക്റു ലിൽഇൻസാനി അംറുൻ സാനി. അതുകൊണ്ട് മരണശേഷം രണ്ടാമത് നിന്റെ ജീവിതം സ്മരിക്കപ്പെടാൻ വേണ്ടി അധ്വാനിച്ചോ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അനുസ്മരിക്കപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ജീവനാണ്. മഹാനായ ശംസുൽ ഉലമയെ നമ്മളിവിടെ ഓർക്കുകയാണ്. വർഷങ്ങളായി ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ നവ്വറല്ലാഹു മർഖദഹുമാ വനവ്വറല്ലാഹു ഖുബൂറ ഉലമാഇ ജംഇയ്യത്തുൽ ഉലമാ ലിഉമൂമി കേരള. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉലമാക്കളിൽ നമ്മെ പഠിപ്പിച്ചവർ, നമുക്ക് മദ്രസകൾ ഉണ്ടാക്കി തന്നവർ, പള്ളികൾ സ്ഥാപിച്ചവർ, ജുമുഅ സ്ഥാപിച്ചവർ, പള്ളി ദർസുകൾ ഉണ്ടാക്കി തന്നവർ, ആ മഹാപ്രസ്ഥാനത്തിൽ വഫാത്തായി പോയ മഹത്തുക്കളുടെ ഖബറുകളെ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ. നമ്മളവരെ ഓർക്കുന്നത് അവരുടെ മരണശേഷം അവർക്ക് കിട്ടുന്ന അടുത്ത ഒരു ജീവിതമാണ്. നമ്മൾ മരിച്ചത് നമ്മളെ പറ്റി ആരെങ്കിലും ഓർക്കുവോ എന്നതാണ്. മരണശേഷം ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു ജീവിതമാണ്. മനുഷ്യന് ഫേമസ് ആവാനും പറ്റും, നൊട്ടോറിയസ് ആവാനും പറ്റും. ഫേമസും നൊട്ടോറിയസും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്കറിയാം. ഒന്ന് സുപ്രസിദ്ധിയാണ്, മറ്റേത് കുപ്രസിദ്ധിയാണ്. നൊട്ടോറിയസ് ആവണ്ട, ഫേമസ് ആയാൽ മതി. അങ്ങനെയാണ്. ഫേമസ് ആവാൻ നോക്കണ്ട, അത് അള്ളാഹു തരികയാണെങ്കിൽ വാങ്ങിയാൽ മതി. അതിനായിട്ട് ഫോട്ടോ എടുത്ത് ഞെളിഞ്ഞ് നടക്കരുത്. അതാണ് വിഷയം. അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. മരണത്തിന് ശേഷം സ്മരണയുണ്ടാവാൻ വേണ്ടി അധ്വാനിച്ചോളൂ എന്നാണ് പറയുന്നത്. അള്ളാഹു നമുക്കത് തരട്ടെ. നിർത്താനായോ? വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മഹാന്മാരായ ഉലമാ അതുകൊണ്ടാണ് മരണശേഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരുപാട് അധ്വാനിച്ചവരാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാമ ഇബ്നുൽ ജൗസി അദ്ദേഹം കിതാബ് എഴുതാൻ പേന അന്ന് മുള കൊണ്ടുണ്ടാക്കുന്നതാണ്, കലമാണ്. മഖ്ലൂം, കലമ യഖ്ലം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചുരണ്ടെടുക്കുക എന്നാ, ഷാർപ്പൻ ചെയ്യുക എന്നതാണ്. അങ്ങനെ പേന ചെത്തിയുണ്ടാക്കിയ വേസ്റ്റ് ബഹുമാനപ്പെട്ടവർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോ വഫാത്താകാൻ പോകുന്ന സമയം, തണുപ്പുള്ള കാലഘട്ടമാണ്. ആ വെള്ളമെന്ന് ചൂട് പിടിപ്പിക്കാൻ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ പേന ചെത്തിയ കിതാബ് എഴുതാൻ ഞാൻ പേന ചെത്തി വെച്ച എന്റെ പേനയുടെ ബാക്കിയുള്ള തകിടുകൾ, ആ തവിടുകൾ നിങ്ങൾ എടുത്ത് എന്നെ വെള്ളം ചൂടാക്കാൻ എടുക്കുന്ന വെള്ളത്തിന് കത്തിക്കാൻ നിങ്ങൾ അത് ഉപയോഗിക്കണേ എന്ന് വസിയത്ത് ചെയ്തിരുന്നു മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു. വെള്ളം ചൂടാക്കാനേ വിറക് വേണ്ട, ഞാൻ ഈ കിതാബ് എഴുതാനെടുത്ത പേന ചുരണ്ടിയില്ലേ അതിന്റെയൊക്കെ പൊടികൾ അത്രക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. മഹാമഹാനമറുകൾ വഫാത്തായപ്പോ ആ പേനകളുടെ അവശിഷ്ടങ്ങളായ മരത്തിന്റെ അംശങ്ങൾ കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ വെള്ളം ചൂടാക്കിയത് എന്ന് കിതാബുകളിലുണ്ട്. തണുപ്പ് കാലമായിരുന്നു.
അല്ലാമ ഇബ്നു ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുകൾ രേഖപ്പെടുത്തിയത്, ഗ്രന്ഥങ്ങൾ എഴുതിയത്, ജീവിതകാലത്ത് വളരെ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എഴുതിയത് 300 വോള്യം ഗ്രന്ഥങ്ങളാണ്. 300 വോള്യം. ഒരു വോള്യം എന്ന് പറയുന്നത് 600 പേജുകളാണ്. 600 പേജ് ഉണ്ടാകുമ്പോഴേ സാധാരണ ഒരു വോള്യം എന്ന് പറയുള്ളൂ. അങ്ങനത്തെ 300 വോള്യം. മഹാനായ ചരിത്രപണ്ഡിതൻ അല്ലാമ ദഹബി പറഞ്ഞു, അല്ല, ബഹുമാനപ്പെട്ടവരുടെ കിതാബുകൾ ഞാൻ പരിശോധിച്ചപ്പോ 500 മുജല്ലദ്, 500 വോള്യം ഉണ്ടായിരുന്നു. എന്താ പറയണത്? പണ്ടൊക്കെ ഭർത്താക്കന്മാർക്ക് പെണ്ണുങ്ങൾ ഗൾഫിക്ക് കത്തെഴുതുമായിരുന്നു. അതൊക്കെ എത്ര വോള്യം വരൂലല്ലോ, എന്തായാലും എത്ര നെറ്റി വിളിച്ചെഴുതിയാൽ. നമ്മൾ എന്തെഴുതി, നമ്മൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ വട്ടപൂജയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ് വട്ടപൂജയാണ്. പിന്നെ എന്ത് ഇയർ, എന്ത് മന്ത്, എന്ത് വീക്ക്, എന്ത് ഡേ, എന്ത് ടൈം. മഹാനായ നബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇബ്നു അത്താർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നോട് എന്റെ ശൈഖ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ രാത്രിയോ പകലിലോ യാത്ര പോകുമ്പോൾ പോലും വായിക്കാതെ, എഴുതാതെ, ഇൽമുമായി ബന്ധപ്പെടാതെ ഒരു സമയവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 6 വർഷം കൃത്യമായ മുതാലയിൽ മാത്രം ചെലവഴിച്ചതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവർ കിതാബ് രചനകൾക്ക് സമയം കണ്ടെത്തിയത്. 6 വർഷം നോൺ സ്റ്റോപ്പ്. ഇതിൽ വേറൊരു രസമുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത നമ്മുടെ സുഹൃത്ത്, പേരൊന്നും ഞാൻ പറയില്ല, പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അദ്ദേഹം ലണ്ടനിൽ പോയി അവിടുന്ന് പാരീസിലേക്ക് ട്രെയിനിൽ പോയ കഥ പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മലയാളികൾ ഈ ഫോൺ വെച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയാ. ബസ്സിലോ ട്രെയിനിലൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ, അടുത്തുള്ള ഉറങ്ങനുണ്ടാവും, വായിക്കുന്നവരുണ്ടാവും, ഇവന്റെ ശബ്ദം ഉറക്കെയായിരിക്കും. ഇതൊന്നും ആലോചിക്കൂല, അങ്ങോട്ട് പറയാൻ. ഞാനിപ്പോ എവിടെ സംസാരിക്കുന്നത്, തൊട്ടടുത്ത ആളുകളുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ ഇദ്ദേഹം UK നിന്ന് കടലിന്റെ അടിയിലൂടെ ഒരു ട്രെയിൻ ലൈൻ പോകുന്നുണ്ട് പാരീസിലേക്ക്. അവിടെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ ഉറക്ക നാട്ടിലേക്ക് വിളിക്കുക, പട്ടാമ്പിയിലേക്ക് വിളിക്കുകയാണ്. ചങ്ങാതിക്ക്, അറിയോ, ഞാൻ ഇപ്പം ഭൂമിന്റെ അടിയിൽ കടലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ട്രെയിനിലാണ്, ഞാൻ ഉറക്ക വിളിച്ചു പറയണം. അപ്പൊ ആളുകളൊക്കെ അദ്ദേഹം പറയാ. അപ്പൊ ഇംഗ്ലീഷുകാരും അല്ലാത്തവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇരുത്തങ്ങനെ ഇരിക്കുകയാണ്. നമ്മളൊക്കെ കുനൂത്തിലൊക്കെ നിൽക്കണ പോലുള്ള ഒറ്റ നൃത്തം. ഇരിക്കുകയാണെങ്കിൽ ഒരു ഇരുത്തം. കുറെ ആൾക്കാർ പുസ്തകം വായിക്കുന്നുണ്ട്, കുറെ ആളുകൾ തൂങ്ങി ചെറുതായി ഉറക്കം, കുറെ ആളുകൾ വായനയിലാണ്. എന്റെ ഈ സൗണ്ട് ട്രെയിനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. TTR ട്രെയിൻ അറ്റൻഡർ വന്നിട്ട്, എക്സ്ക്യൂസ് മീ, would you put down your phone? നിങ്ങളെ ഫോൺ നിങ്ങൾ താഴെ വെക്കുമോ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഇവിടെ ബഹളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴാലോചിക്കുന്നത് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ട്രെയിനിൽ. ഞാൻ അങ്ങനെ ഉറക്കെ ഫോൺ വിളിക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കിട്ടുന്ന സമയം അതിനാ ചെലവഴിക്കുന്നത്. വായന എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ ഇല്ല. അത് വായിക്കും, വല്ല ഫിത്തനന്റെ ന്യൂസ് ഉണ്ടെങ്കിൽ അല്ലെ, പത്രം വന്ന് അതിലുണ്ട്, എന്നാ കൊണ്ടൊരു കോപ്പി കാണട്ടെ. ഇൽമ്, നല്ല വിഷയം പഠിക്കാൻ സാഫിയായ ഒരു നിലവാരമില്ലാത്ത സാധനങ്ങൾ മനുഷ്യന്മാർ വായിക്കണതെന്നാ. അത് പത്രക്കാർക്ക് അറിയും ചെയ്യും. അതുകൊണ്ട് അത്തരം ന്യൂസ് ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ സരിതക്കഥയൊക്കെ കൂളായിട്ട് എല്ലാ ചാനൽ, എന്തെല്ലാം ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ ലോകത്തുണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതല്ലേ പത്രക്കാർ കൊടുക്കുക, ചാനലുകാർ കൊടുക്കുന്നത്. എന്തെല്ലാം ക്രിയേറ്റിവിറ്റി ലോകത്ത് നടക്കുന്നുണ്ട്, എന്തെല്ലാം ഇന്നോവേഷൻ, ഡിസ്കവറീസ്, വളരെ വലിയ പുരോഗമനമായ കാര്യങ്ങൾ രാജ്യത്ത് ഒരുപാട് നടക്കുക. അതൊന്നും ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഓൽക്കറിയാം. അവർക്കറിയാം ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഈ വ്യഭിചാരത്തിന്റെ കഥകളാ. കിടക്കട്ടെ ഫ്രണ്ട് പേജിൽ. ഒന്നുമില്ല, ഊഹാപോഹങ്ങളാ എന്നിട്ട് പറയാൻ. വായന നശിച്ചുകൊണ്ടിരിക്കാൻ സമയം. ആദ്യം അള്ളാഹുവിന്റെ കലാമ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇഖ്റ, നിങ്ങൾ വായിക്കണേ എന്നാണ്. സമയം ചെലവഴിക്കാൻ ഇതിനോളം മഹത്തരമായത് ഒരു ഇംഗ്ലീഷ് ചെറിയൊരു കവിതയുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ടേക്ക് ടൈം ടു റീഡ്, ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. നിങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം. അത് ബുദ്ധിയുടെ അടിസ്ഥാനം വായനയാണ്. വായിക്കാതെ പഠിക്കാതെ ബുദ്ധിയുള്ള വർത്താനം ഉണ്ടാവും. നമ്മൾ എത്ര ഷൂട്ടും കൂട്ടിട്ട് നടന്നിട്ടും കാര്യമില്ല. പഠിച്ചവനും പഠിക്കാത്തവനും ഒരു സെന്റൻസ് വായിന്ന് വീണാൽ മനസ്സിലാവും ഇവൻ ക്വാളിഫൈഡ് ആണോ അല്ലയോ. എത്ര കൂളിംഗ് ക്ലാസ് വെച്ച് നടന്നിട്ടും കാര്യമില്ല. വിദ്യാഭ്യാസമുള്ളവന്റെ വായിൽ ഒരു സെന്റൻസ് വന്നാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവണമെങ്കിൽ 1 സെക്കൻഡ് മതി. അതെങ്ങനെയാന്ന് ചോദിച്ചു. അവൻ സംസാരിക്കുമെങ്കിൽ ഞാൻ ഒരൊറ്റ സെക്കൻഡിൽ അവനെ പറ്റി ഞാൻ പറഞ്ഞാൽ ഇവൻ ആൾ ഏതാ ക്വാളിറ്റി.
അലി റളിയല്ലാഹു അൻഹു പറയാം, സംസാരിക്കില്ലെങ്കിൽ, അവൻ മിണ്ടാത്ത ആളാണെങ്കിൽ എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ ഒരു ദിവസം ആവശ്യമായിട്ട് വരും. മിണ്ടാണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇവന്റെ ക്വാളിറ്റി എത്രയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ജീവിതം. നമ്മൾ പഠിച്ചെങ്കിലേ അല്ലാഹു തആല നമുക്ക് ഷറഫ് തരൂ. അതുകൊണ്ട് ഇഖ്റ, പഠിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പഠിക്കിൻ, സമയം അതിനുള്ളതാണ്. നമ്മുടെ ചാനലുകൾ മുഴുവനും സമയം നഷ്ടപ്പെടുത്താനുള്ളതാണെന്ന് സങ്കടത്തോടുകൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ എത്ര വലിയ 30 ഇഞ്ചോ 40ഓ 48ഓ 60ഓ 100ഓ ഇഞ്ച് സ്ക്രീൻ, അതിന്റെ ഫ്ലാറ്റ് സ്ക്രീനുകൾ, അത് സാംസങ് ആവട്ടെ, ഫിലിപ്സ് ആവട്ടെ, വലിയ വലിയ കമ്പനികളാവട്ടെ, നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളുടെ ലിവിംഗ് റൂമുകളിൽ വലിയ വലിയ സ്ക്രീനുകൾ വെച്ചു എന്ന് വിചാരിക്കാം. ഇതിൽ കാണപ്പെടാൻ പോകുന്നത് നമ്മുടെ മലയാള ചാനലുകളല്ലേ? എന്താ അതിലെ ചർച്ച? നമ്മുടെ രാഷ്ട്രീയക്കാർ തോന്നിവാസം വിളിച്ചു പറയുന്നത് അല്ലേ? അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വരുന്നത്. നമുക്ക് മീഡിയകളുണ്ട്, പക്ഷേ മെറ്റീരിയലുകളില്ല. അതാണ് വിഷയം. മൂല്യമുള്ള സാധനങ്ങളില്ല. അതുകൊണ്ട് ടേക്ക് ടൈം ടു റീഡ്. വായിക്കാൻ സമയം കണ്ടെത്തണം. ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. ബുദ്ധിയുടെ അടിസ്ഥാനം വായനയാണ്. ടേക്ക് ടൈം ടു പ്ലേ. കളിക്കാൻ കുറച്ച് സമയമാവാം. കുറച്ചു നേരം എക്സസൈസ്, ജോഗിങ്, നടത്തം, ഹലാലായ രീതിയിലുള്ള കളി, കുഴപ്പമില്ല. ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ്. മനുഷ്യൻ യുവാവായി നിലനിൽക്കുന്നതിന്റെ രഹസ്യം അതാണ്. പ്രായം തോന്നിയില്ല എന്ന് പറയും. അധ്വാനിക്കുന്ന ആളുകൾക്ക്, എക്സസൈസ് ചെയ്യുന്നവർ അങ്ങനെയാണ്. ടേക്ക് ടൈം ടു ബി അവെയർ. ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. ചുറ്റുപാടുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി സമയം കണ്ടെത്തണം. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, എൻ്റെ അമ്മായിയുടെ മൂത്തമ്മയുടെ അമ്മാവന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്, എൻ്റെ അയൽപക്കത്തെ അവസ്ഥ എന്താണ്, അതിനും കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞേ പറ്റൂ ചുറ്റുപാടുകൾ. ടേക്ക് ടൈം ടു ലവ് ആൻഡ് ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയം കണ്ടെത്തണം. അത് ആണ് പെണ്ണിനെ, പെണ്ണ് ആണിനെ അല്ല, മുഅ്മിൻ മുഅ്മിനിനെ, മുഅ്മിനത്ത് മുഅ്മിനത്തിനെ. ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന സമ്മാനം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കലാണ്. സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാൻ പ്രയാസമാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അതിനിപ്പോ അയാളെ സമ്മതം വേണ്ടല്ലോ. ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നുണ്ടോ, അതിന് പ്രയാസം ഉണ്ടാവുന്നതാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, ടേക്ക് ടൈം ടു ബി ക്വയറ്റ്. കുറച്ചു നേരം മിണ്ടാതിരിക്കണം മനുഷ്യൻ. എപ്പോഴും വർത്താനം, എപ്പോഴും പടപടാന്ന് പറഞ്ഞ സംസാരം വേണ്ട. കുറച്ചു നേരം ശാന്തമായിരിക്കും. ഇറ്റ്സ് ദ വേ ടു സീക്ക് ഗാഡ്. ദൈവത്തിന്റെ മുമ്പിലേക്ക് മനസ്സ് കൊടുക്കാൻ ഒരൽപ്പം നിന്റെ കണ്ണും കാതും മനസ്സും ശാന്തമാക്കി കൊടുത്തെങ്കിലേ പടച്ചതമ്പുരാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. മൊബൈലൊക്കെ ഓഫ് ചെയ്യുക, എല്ലാ ശുഗലും മാറ്റിവെച്ച് കുറച്ചു സമയം സ്വസ്ഥമായിരിക്കണം, ക്വയറ്റായിരിക്കണം. അത് അള്ളാഹുവുമായി, സൃഷ്ടാവുമായി സംവദിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ സമയത്തെ മനുഷ്യൻ ക്രമീകരിക്കണം എന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു 6 വർഷത്തിന്റെ ശേഷമാണ് ഗ്രന്ഥരചന തുടങ്ങുന്നത്. ആ ഗ്രന്ഥരചനയിൽ രാത്രിയുടെ അവസാനത്തിൽ ഒരു ഭക്ഷണം മാത്രമേ കഴിക്കൂ. അത് ഉമ്മ കൊണ്ടുവരും. മഹാനായ യഹ്യ തങ്ങളോട്, നബവി തങ്ങളോട്, യഹ്യ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഉമ്മ കുറച്ച് കഴിയട്ടെ, ഞാൻ എഴുതുകയാണ്. അങ്ങനെ കിതാബുകൾ എഴുതി. നമ്മുടെ മിൻഹാജും ഒരുപാട് കിതാബുകൾ, റിയാദുസ് സ്വാലിഹീൻ അടക്കം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നില്ലേ? ഉമ്മ ഇങ്ങനെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന, എഴുതുന്ന ഇടയിൽ ഉമ്മ ഇങ്ങനെ വന്നിട്ട് കൊടുക്കും ഓരോരോ ഉരുള ഭക്ഷണം. അവസാനം എഴുതി കഴിയുമ്പോ ചോദിക്കും, ഉമ്മ ഭക്ഷണം തരീൻ. മോൻ കഴിച്ചല്ലോ. അല്ലാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ എഴുതുന്ന ഇടയിൽ ഉമ്മ കൊടുക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ സേവനം ചെയ്തുകൊണ്ടാ നമുക്ക് കിതാബെടുത്ത് നോക്കി പറഞ്ഞാൽ മതി എന്ന് അല്ലേ? സമയം അവരങ്ങനെ ചെലവഴിച്ചത്. അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യമാണ് ഖുർആനിന് തഫ്സീർ എഴുതിയത്. 1000 വോള്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, അള്ളാഹു സമയത്തിൽ അവർക്ക് കൊടുത്തൊരു ബറക്കത്ത് നോക്കൂ. 1000 വോള്യം. എവ്രി വോള്യം കണ്ടെയ്ൻസ് മിനിമം 600 പേജസ്. അപ്പൊ നോക്കി എത്രയായിരം പേജുകളാണ് 1000 വോള്യത്തിൽ കിടക്കുന്നത് എന്ന്. അത്രയും പേജുകൾ എഴുതിയ അല്ലാമ ഇബ്നു ഷാഹീൻ. 500 വോള്യം എഴുതിയ അല്ലാമ ഇബ്നു ഷാക്കിർ. അല്ലാമ ഇബ്നുൽ ജൗസി മില്യൺ കണക്കിന് പേജുകൾ എഴുതിയിരുന്ന
അല്ലാമ ഇബ്ൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. അങ്ങനെ പോകുന്നു പണ്ഡിതന്മാരുടെ നിര. മഹാനായ സയന്റിസ്റ്റ് ഇബ്നുൻ നഫീസ്, ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ഒരു മുസ്ലിം സയന്റിസ്റ്റാണ്, ഇബ്നുൻ നഫീസ്. അവരുടെ പേര് അലാ ഇബ്നുൻ നഫീസ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനായിരുന്നു, ശർഈ ഇൽമുകൾ മനസ്സിലാക്കിയ പണ്ഡിതനാണ് അലാ ഇബ്നുൻ നഫീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരെ സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം റഷീദി തങ്ങൾ, ബുർഹാനുദ്ദീൻ ഇബ്രാഹിം റഷീദി തങ്ങൾ അവരുടെ ശിഷ്യനാണ്. പറഞ്ഞു, എന്റെ ഗുരുവിനെ ഞാൻ കണ്ടു. അദ്ദേഹം ഗ്രന്ഥരചന നടത്താൻ റൂമിലേക്ക് ഇരുന്നാൽ ചുറ്റുപാടും റൂമിലേക്ക് ഒരു നോട്ടമാണ്, എന്നിട്ട് പേന കൊണ്ട് എഴുത്തായി. പേന എഴുതാതെ അയാൾ വലിച്ചെറിഞ്ഞ് പുതിയ പേന എടുക്കും. പറയും, ഈ പേന ചെത്തിയെടുക്കുന്ന സമയം എനിക്ക് രണ്ടുപേരും എഴുതാമല്ലോ. അങ്ങനെ ഗ്രന്ഥരചന നടത്തിയ മഹാനായ അല്ലാമ ഇബ്നു നഫീസ്. എന്നിട്ട് ആലോചിക്കുക, നമ്മളും അവരും എവിടെയാണ് കിടക്കുന്നത് എന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ സമയം നീ തന്ന വലിയ അനുഗ്രഹമാണ്. അത് നിന്റെ മുമ്പിൽ ചെലവഴിക്കാൻ നീ തൗഫീക്ക് തരണേ തമ്പുരാനെ. ഒരു ഹോസ്പിറ്റലിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം. തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമുള്ള സംഗതിയാണ്. ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവിടെ ചെന്ന 2 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്ന 4 മണിക്ക്. ആ 2 മണിക്കൂർ പോയി. അത് വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ് നമ്മുടെ നാട്ടിൽ. എനിക്കറിയില്ല എങ്ങനെ അത് സോൾവ് ചെയ്യാന്നറിയില്ല. നമ്മളെല്ലാവരും പങ്ക്ച്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ കാര്യം വരുമ്പോ അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പങ്ക്ച്വാലിറ്റി, റിസ്ക് എടുത്തിട്ട് വാഹനം ഓടിച്ചിരിക്കണം, സമയത്തെത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എത്ര ദൂരങ്ങളിൽ നിന്ന് വരികയാണെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ, നേതാക്കന്മാർ 10 മിനിറ്റ് വൈകി എന്ന് പറയും. അവർ വരുന്നത് എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഊണ് ഉറക്കില്ലാതെ വരികയാണ്. എത്ര നേരത്തെ ഇറങ്ങണം, മക്കളെ കണ്ടിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. പങ്ക്ച്വാലിറ്റി, 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ, അത് 2:30 ആയിക്കൂടാ, 2:05 ആയിക്കൂടാ. ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പങ്ക്ച്വാലിറ്റി. അത് നടക്കാറില്ല. ഹോസ്പിറ്റലിൽ ഒരു സുഹൃത്ത് പോയ അനുഭവം അദ്ദേഹം തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചു, അത് നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എന്റെ ഊഴം കിട്ടാൻ ഇനിയും ഒരു 7 പേർ എന്റെ മുമ്പിൽ കടന്നു പോകണം. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെന്തോ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ചെറിയൊരു പോക്കറ്റ് മുസ്ഹഫാണ്, ഒരു ഖുർആൻ, അതിലിങ്ങനെ ഓതുകയാണ്. അപ്പോഴേക്കും 2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞു. ഇയാൾ ഓതുകയായിരുന്നു. അപ്പോഴും നിസ്കാരം കഴിഞ്ഞു, അവിടെ ബാങ്ക് വിളിച്ചു. ഞാനും അയാളും നിസ്കരിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലെ പ്രയർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ ഈ ചെറുപ്പക്കാരൻ സൊഫിൽ നിന്നപ്പോ അയാളുടെ അരികത്ത് തന്നെ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ അരികത്ത് പോയി നിന്നു. ഇവൻ ഖുർആൻ ഓതുക, ഇവനൊരു കുഞ്ഞിനായിട്ട് വന്നിരിക്കുകയാണ്. അവൻ ഖുർആൻ ഓതുകയാണ്. ആ നേരം നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ നിങ്ങളാ ചെയ്തത്, എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സന്തോഷം, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ ഓതാൻ 1.5 മണിക്കൂർ നമ്മുടെ ഒരു ദിവസം നമുക്ക് കിട്ടാറുണ്ടോ? 1.5 മണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഇല്ല, നമുക്ക് കിട്ടില്ല. നമ്മൾ ഉണരുന്നു, ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം 1.5 മണിക്കൂറുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്യുമ്പോ കയ്യിൽ ഒരു ചെറിയ മുസ്ഹഫ് കരുതിയാൽ, നമ്മുടെ മൊബൈൽ സ്മാർട്ട് ഫോണുകളാണ്, ഒരു ഖുർആനിന്റെ ആപ്പ് ഉണ്ടെങ്കിൽ തുറന്നു വെച്ച് 1.5 മണിക്കൂർ അയാൾ ഓതി എവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കിത് മുതലാക്കിക്കൂടെ? ഈ സമയം വെയിറ്റിംഗ് ചെയ്യുന്നത് മുതലാക്കിക്കൂടെ? തസ്ബീഹ് ചൊല്ലിയിട്ട്, ദിക്ർ ചൊല്ലിയിട്ട്, ഖുർആൻ ഓതിയിട്ട് എത്ര സമയമാണ് നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ നമ്മൾ നശിപ്പിച്ചു കളയുന്നത്? ട്രെയിനിൽ, യാത്രകളിൽ നല്ലത് ചിന്തിക്കുകയോ പറയുകയോ വായിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതിനെ സംബന്ധിച്ചൊക്കെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. അള്ളാഹുവേ, നാളെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എവിടെയാണ് നിന്റെ സമയം ചെലവഴിച്ചത് എന്ന് അള്ളാഹുവേ നീ ഞങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി തരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വാലിഹീങ്ങളായ സ്വഹാബികളും വളരെ കണിശമായും കൃത്യമായും സമയം ചെലവഴിച്ചതിന്റെ ഫലമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇൽമുകളും ഈമാനും പകർന്നു തരാൻ സാധിച്ചിട്ടുള്ളത്. വർഷങ്ങൾ നീങ്ങിപ്പോയി പുതിയ വർഷം പുലരുന്നത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. മുസ്ലിമീങ്ങൾക്കല്ലാതെ ഇന്നത്തെ ദിവസം, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇന്ന് ഈ രാത്രി വെള്ളിയാഴ്ചയാണല്ലേ,
നാളത്തെ പകൽ വെള്ളിയാഴ്ചയാണ്, ഈ രാത്രി വെള്ളിയാഴ്ചയാണ്.